ലാം. മോഹൻലാലും ജിത്തു ജോസഫും വീണ്ടും ഒരുമിക്കുന്നു. എപ്പോഴൊക്കെ ഒരുമിച്ചോ അന്നൊക്കെ ഒരു പൊൻതൂവൽ കൊണ്ട് തന്നെയാണ് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മോഹൻലാലും ജിത്തു ജോസഫും വീണ്ടും ഒരുമിക്കുന്നു. ഈ തവണ മോഹൻലാൽ ഒരു കോൺസ്റ്റബിളിൻ്റെ വേഷത്തിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇറങ്ങിയ നേര് എന്ന സിനിമ നമുക്കറിയാം, മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ സക്സസ്സായി മാറി. ചെറിയ ബഡ്ജറ്റിൽ വന്ന് വമ്പൻ വിജയം കൊയ്ത ഒരു സിമ്പിൾ സബ്ജക്റ്റുമായി വന്ന കുഞ്ഞൻ സിനിമ എന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ മലയാളത്തിലെ ടോപ്പ് 5-ൽ ഇടം പിടിക്കുകയും ചെയ്തു. വീണ്ടും ഈ ഒരു കൂട്ടുകെട്ട് ഒരുമിക്കുമ്പോൾ ഒരു പരസ്യവും വേണ്ട, ഒരു പ്രതീക്ഷയും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്തിൽ ഒറ്റ പ്രതീക്ഷയുള്ളൂ, ഇതും അടുത്ത 100 കോടി എന്നുള്ളതല്ല, അടുത്ത മികച്ച സിനിമ എന്നുള്ളത് തന്നെയാണ്. മികച്ച സിനിമയും 100 കോടിയും കളക്ട് ചെയ്യണമെങ്കിൽ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ തന്നെ വേണമെന്നുള്ളത് തന്നെയാണ്. ഈ ഒരു കോമ്പിനേഷന് വല്ലാത്ത ഒരു കെമിസ്ട്രി തന്നെയാണ്. ഇതിലൂടെ വന്ന ദൃശ്യവും ദൃശ്യം 2 ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. എടുത്തു പറയത്തക്ക വലിയ സാധനങ്ങളൊന്നും ആ സിനിമയിലില്ല. സാധാരണക്കാരൻ്റെ സിനിമ, സിമ്പിൾ സിനിമ. പക്ഷേ ആ സിനിമ സാധാരണക്കാർ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയിൽ ഇവിടെ വീണ്ടും ഒരു കോൺസ്റ്റബിളായി മോഹൻലാൽ എത്തുമ്പോൾ ജിത്തു ജോസഫിൻ്റെ സിനിമയാണെന്ന ഒറ്റ പ്രത്യേകതയിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, വീണ്ടും അടുത്ത 100 കോടി ലോഡിങ്. ഇത് വെറുതെ പറഞ്ഞു പോകുന്ന കാര്യമല്ല. ഈ കോംബോ എന്നൊക്കെ ഒരുമിച്ചോ എന്നൊക്കെ തിയേറ്ററിൽ വന്നോ അന്നൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായി. ഇനി OTT-യിലാണെങ്കിൽ OTT-യുടെ ചരിത്രത്തിലെയും ഏറ്റവും വലിയ സക്സസ് ആയി മാറിയതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ കാത്തിരിക്കുകയാണ് മോഹൻലാലിൻ്റെ മികച്ച മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി. ഈ ഒരു കൂട്ടുകെട്ടിലുള്ള സിനിമ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയ്ക്ക് ശേഷമാണ് ഈ ഒരു കോംബോയിൽ ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം, ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രതീക്ഷയിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അതല്ല, ഞാൻ പറഞ്ഞത് ഇനി ഹൈപ്പ് കൂട്ടി പൊട്ടിക്കാനാണെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, പലരും കമൻസിലൂടെ പറയുന്നു, അത് ആരെക്കുറിച്ച് പറഞ്ഞാലും ഏതെങ്കിലും ഒരു സിനിമ ഹൈപ്പിൽ വന്നിട്ട് നമ്മൾ പറയുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്തു കഴിയുമ്പോൾ കുറേ പേർ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഹൈപ്പ് കാരണം നിങ്ങളൊക്കെ ഹൈപ്പ് ചെയ്തുകൊണ്ട് ആണ് സിനിമ പരാജയപ്പെടുന്നത്. സിനിമ പരാജയപ്പെടുന്നത് അതുകൊണ്ടല്ല, മര്യാദയ്ക്ക് ചിത്രീകരിക്കുകയോ മര്യാദയ്ക്കുള്ള കഥ സെലക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരാൾ കയറി വലിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരാണ് ഇമ്മാതിരി കുത്തിത്തിരിപ്പുണ്ടാക്കി അല്ലെങ്കിൽ അവർ വലിയ രീതിയിലുള്ള തള്ളിയിട്ട് പൊളിക്കുന്നത്. സാധാരണക്കാർ ഒരു സിനിമയെക്കുറിച്ച് കാര്യങ്ങൾ കേൾക്കുന്നു, ഇത് സാധാരണ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യന് തോന്നുന്ന ചിന്ത മാത്രമേ ഞാൻ ഇതിനകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് അനുകൂലിക്കുന്നവർക്ക് കമൻസിലൂടെ പറയാം, പ്രതികൂലിക്കുന്നവർക്കും കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.